ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്ന സിനിമകളെയാണ് പൊതുവെ ഫീൽ ഗുഡ് സിനിമകൾ എന്ന് വിളിക്കുന്നത്. പലരുടെയും ഫീൽ ഗുഡ് ഡെഫിനിഷൻ പലതാണ്. ചിലർക്ക് മോട്ടിവേഷണൽ ആണെങ്കിൽ ചിലർക്ക് ഫാമിലി ഡ്രാമ കാണുന്നതാണ് ഫീൽ ഗുഡ്. മറ്റു ചിലർക്ക് റൊമാൻറ്റിക് ഹാപ്പി എൻഡിംഗ് ആണ് ഗുഡ് ഫീലിംഗ് നൽകുന്നത്. ഈ ലിസ്റ്റിലെ 10 സിനിമകളിൽ ഈ പറഞ്ഞ പല രീതിയിലുള്ളതുമുണ്ട്. എന്നാൽ വളരെ മെയിൻ സ്ട്രീം ഫീൽ ഗുഡ് സിനിമകളായ ഫോറസ്റ്റ് ഗംപ്, ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പോലെയുള്ള സിനിമകൾ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല റൊമാൻറ്റിക് സിനിമകളും ഇതിലില്ല. അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ വേണ്ടിവരും. 10ാം സ്ഥാനത്തുള്ള സിനിമയാണ് വി ബോട്ട് എ സൂ. മാറ്റ് ഡേമൻ, സ്കാർലറ്റ് ജോഹാൻസൺ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ഈ സിനിമ ഒരു പെർഫെക്റ്റ് ഫീൽ ഗുഡ് സിനിമയുടെ എക്സാമ്പിളാണ്. പേരിൽ തന്നെ കഥയുണ്ട്. ഒരു സൂ വാങ്ങുന്നതാണ് കഥ. റിയൽ സ്റ്റോറി ബേസ് ചെയ്തെടുത്ത സിനിമയാണിത്. ബെഞ്ചമിൻ ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളാണ്. പ്രൊഫഷണലി അയാൾ ഒരു ജേർണലിസ്റ്റാണ്. തന്റെ ഭാര്യയുടെ മരണം അയാളിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. സഹതാപത്തോടെയുള്ള മറ്റുള്ളവരുടെ നോട്ടങ്ങൾ അയാൾക്ക് മടുത്തു. പോരാത്തതിന് തന്റെ 2 മക്കളെയും വളരെ സന്തോഷത്തോടെ വളർത്തണം. അങ്ങനെ അയാൾ തന്റെ ജോലി രാജിവെച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ നഷ്ടത്തിൽ പോകുന്ന ഒരു സൂ അടക്കമുള്ള വീട് വാങ്ങുന്നു. അതിൽ മകൾക്ക് വളരെ സന്തോഷമായെങ്കിലും മകൻ അത്ര പിടിച്ചില്ല. ശേഷം ഈ സൂ അതിന്റെ പ്രതാപകാലത്തെ പോലെ ആക്കാനുള്ള ഈ ഫാമിലിയുടെ ശ്രമങ്ങളാണ് തുടർന്ന് സിനിമയിൽ. അവിടുത്തെ പണിക്കാരുമുണ്ട് കൂടെ. മൃഗങ്ങളുടെ കൂടെയുള്ള സീനുകളും കൺട്രി സൈഡ് ലൊക്കേഷനും ഒക്കെ കാണാൻ തന്നെ മനോഹരമാണ്. മൈൽഡ് കോമഡിയും മാറ്റ് ഡേമൻ, സ്കാർലറ്റ് എന്നിവരുടെ റൊമാൻസും സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു ഫീൽ ഗുഡ് സിനിമയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഫാമിലി റിലേഷൻഷിപ്പും അതേപോലെ അച്ചീവ്മെന്റിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അത് നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എല്ലാം ഈ സിനിമ നൽകുന്നു. 9ാം സ്ഥാനത്തുള്ള സിനിമയാണ് ഷെഫ്. നല്ല ഭക്ഷണം കഴിക്കുന്നത് നാവിന് രുചിയുള്ള കാര്യമാണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് കാണുന്നത് കണ്ണും മനസ്സും ഒരേപോലെ നിറയ്ക്കുന്ന കാഴ്ചയാണ്. അത്തരത്തിൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമയാണ് ഷെഫ്. ജോൺ ഫാവ്രു കഥ എഴുതി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാന കഥാപാത്രമായി വന്ന സിനിമയാണ് ഷെഫ്. ഒരു വലിയ റെസ്റ്റോറൻറ്റിലെ ഷെഫാണ് കാൾ. തന്റെ കഴിവ് കൂടെ ജോലി ചെയ്യുന്നവരെ മാത്രം കാണിക്കാനേ കാളിന് അവസരം കിട്ടുന്നുള്ളൂ. അയാളുടെ ബോസ് എന്നും ഒരേ ബോറിംഗ് മെനു തന്നെ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവരുടെ റെസ്റ്റോറൻറ്റ് റിവ്യൂ ചെയ്യാൻ ഒരു ക്രിട്ടിക് വരികയും അയാൾക്ക് വേണ്ടി മെനുവിലെ ഫുഡ് തന്നെ ഉണ്ടാക്കാൻ ബോസ് ആവശ്യപ്പെടുന്നു. ശേഷം മോശം റിവ്യൂ കിട്ടിയതിനെ തുടർന്ന് കാൾ അയാൾക്കെതിരെ ട്വിറ്ററിൽ മോശമായി ട്വീറ്റ് ചെയ്യുന്നു. അത് എല്ലാവരും കാണുമെന്ന് അറിയാതെ കാൾ ചെയ്ത കാര്യങ്ങൾ ഉടനെ തന്നെ വൈറലാവുന്നു. തുടർന്ന് നടക്കുന്ന ചില സംഭവങ്ങൾ കാരണം കാൾ തന്റെ ജോലി ഉപേക്ഷിക്കുന്നു. തുടർന്ന് അയാൾ ഒരു ഫുഡ് ട്രക്കിൽ ഭക്ഷണം ഉണ്ടാക്കി തന്റെ ആഗ്രഹം പോലെ ആളുകൾക്ക് ഭക്ഷണം നൽകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അയാളും മകനും മറ്റൊരു ഷെഫ് സുഹൃത്തും എല്ലാം ചേർന്ന് നടത്തുന്ന യാത്രയിൽ സംഭവിക്കുന്ന രസകരമായ കാര്യങ്ങളാണ് സിനിമയിൽ. ഒരേ സമയം കോമഡിയുടെ രസങ്ങളും അച്ഛൻ മകൻ ബന്ധത്തിന്റെ ആഴവും സിനിമ നമ്മെ കാണിക്കുന്നു. ഒരു ഫാമിലി ഡ്രാമ എന്നോ റോഡ് മൂവി എന്നോ ഈ സിനിമയെ വിളിക്കാം. രുചിയുള്ള ഭക്ഷണത്തിലുള്ളതുപോലെ തന്നെ ഈ സിനിമയിലും എല്ലാ ചേരുവയും അതിന്റെ പെർഫെക്റ്റ് അളവിലാണുള്ളത്. 8ാം സ്ഥാനത്തുള്ള സിനിമയാണ് ഗിഫ്റ്റഡ്. ഫ്രാങ്ക് എന്നൊരു ബോട്ട് മെക്കാനിക്കും അയാളുടെ കൂടെ ജീവിക്കുന്ന തന്റെ സഹോദരിയുടെ മകൾ മേരിയുടെയും കഥയാണ് ഗിഫ്റ്റഡ്. സഹോദരിയുടെ മരണശേഷം ഫ്രാങ്ക് ആണ് മേരിയെ വളർത്തിയത്. അങ്ങനെ ഫ്രാങ്ക് മേരിയെ അവിടെ ഒരു പബ്ലിക് സ്കൂളിൽ ചേർക്കുന്നു. സ്കൂളിലെ ടീച്ചർ മേരിയുടെ അപാരമായ കണക്കിലെ കഴിവ് തിരിച്ചറിയുകയും അവളെ ഇത്തരം കുട്ടികൾക്കുള്ള പ്രൈവറ്റ് സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ തന്റെ സഹോദരിയുടെ അതേ കഴിവാണ് മകൾക്കും കിട്ടിയത് എന്ന് മനസ്സിലാക്കുന്ന ഫ്രാങ്ക് അവളെ നോർമൽ സ്കൂളിൽ തന്നെ മതിയെന്നും സാധാരണ കുട്ടികളെ പോലെ തന്നെ ആയാൽ മതിയെന്നും വാശി പിടിക്കുന്നു. ഇതെല്ലാം അറിയുന്ന ഫ്രാങ്കിന്റെ അമ്മ, അതായത് മേരിയുടെ ഗ്രാൻഡ് മദർ വരികയും കുട്ടിയെ വിട്ടുകിട്ടാൻ ശ്രമങ്ങൾ നടത്തുന്നു. തുടർന്ന് നടക്കുന്ന വൈകാരിക നിമിഷങ്ങളാണ് സിനിമ. ഫ്രാങ്കിന്റെയും മേരിയുടെയും ബന്ധം തന്നെയാണ് സിനിമയുടെ നട്ടെല്ല്. ഇമോഷണൽ സീനുകളെല്ലാം പ്രേക്ഷകരുമായി വളരെ നന്നായി കണക്ട് ആവുന്നുണ്ട്. കോടതി രംഗങ്ങൾ കൊണ്ട് സിനിമയിലെ ഡ്രാമയും സ്കൂൾ രംഗങ്ങൾ കൊണ്ട് കോമഡിയും ഒരേ സമയം സിനിമ നിലനിർത്തുന്നു. പല തലത്തിലും സിനിമ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അവസാനം ഒരു പുഞ്ചിരി നൽകാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ബന്ധങ്ങളുടെ ആഴവും ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യമെന്നും സിനിമ നമ്മെ വരച്ചു കാട്ടുന്നു. 7ാം സ്ഥാനത്തുള്ള സിനിമയാണ് 2019 ഇറങ്ങിയ ദ പീനട്ട് ബട്ടർ ഫാൽക്കൺ. വളരെ കുറച്ച് കഥാപാത്രങ്ങളും ഒരു ചെറിയ സ്റ്റോറി ലൈനും കൊണ്ട് എങ്ങനെ ഒരു മനോഹര ചിത്രം ഉണ്ടാക്കാം എന്നതിനൊരു മികച്ച ഉദാഹരണമാണ് ഈ സിനിമ. 22 വയസ്സുള്ള ഡൗൺ സിൻഡ്രോം എന്ന ജനറ്റിക് കണ്ടീഷനുള്ള സാക്ക് എന്ന പയ്യൻ ഒരു ഓൾഡേജ് ഹോമിലാണ് താമസം. എന്നും അവിടെ റെസ്ലിംഗ് വീഡിയോയും കണ്ട് അതിലെ പരസ്യത്തിൽ പറയുന്ന സ്കൂളിൽ പോയി റെസ്ലിംഗ് പഠിക്കണം എന്നാണ് അവന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടി അവൻ ഓൾഡേജ് ഹോമിൽ നിന്ന് ചാടുന്നു. അതേസമയം ടൈലർ എന്ന യുവാവ് നാട്ടിൽ ചില പ്രശ്നങ്ങൾ ഒപ്പിച്ച് നാട് വിടാനുള്ള ശ്രമത്തിലാണ്. അതേസമയം സാക്കിനെ കണ്ടുപിടിക്കാൻ എലനോർ എന്ന നഴ്സും പിന്നാലെയുണ്ട്. ഇവരെല്ലാം പരസ്പരം കണ്ടുമുട്ടുകയും പിന്നീട് അങ്ങോട്ടുള്ള ഇവരുടെ ഒരുമിച്ചുള്ള യാത്രയുമാണ് കഥ. ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഫീൽ ഗുഡ് സിനിമയാണിത്. വളരെ നാച്ചുറലായ സീനുകളാണ് സിനിമയിലുടനീളം. ഒരു പുഞ്ചിരിയോട് കൂടി മാത്രമേ സിനിമ കണ്ടു തീർക്കാനാവൂ. പ്രഡിക്റ്റബിൾ ആയ സ്റ്റോറി ലൈൻ ആണെങ്കിൽ കൂടിയും ഇതിലെ ഓരോ സീനും നൽകുന്ന ഇമ്പാക്റ്റ് മൂലം നമ്മൾ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കും. തീർച്ചയായും ഭാവിയിൽ ഒരുപാട് ചർച്ചയാവാൻ പോകുന്ന സിനിമയായിരിക്കും ദ പീനട്ട് ബട്ടർ ഫാൽക്കൺ. 6ാം സ്ഥാനത്തുള്ള സിനിമയാണ് ദ ബ്ലൈൻഡ് സൈഡ്. 2009 ഇറങ്ങിയ ഈ സിനിമ ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്നതാണ്. അസാധാരണമായ ശാരീരിക വളർച്ചയുള്ള ആളാണ് മൈക്കിൾ എന്ന ആഫ്രിക്കൻ അമേരിക്കൻ. അച്ഛൻ ആരെന്നറിയാത്ത, അമ്മ ഡ്രഗ് അഡിക്റ്റ് ആയ മൈക്കിളിന് താമസിക്കാൻ ഒരു വീടില്ല. അതുമൂലം പഠനത്തിലും മോശമാണ്. അവിചാരിതമായി മൈക്കിളിനെ കാണുന്ന ലേ എന്ന സ്ത്രീ ഒരു രാത്രി മൈക്കിളിന് ഉറങ്ങാൻ സ്വന്തം വീട്ടിൽ സ്ഥലം കൊടുക്കുന്നു. പിന്നീട് മൈക്കിളിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന അവർ മൈക്കിളിനെ ദത്തെടുക്കുന്നു. മൈക്കിളിന്റെ അമേരിക്കൻ ഫുട്ബോളിനോടുള്ള താല്പര്യം മനസ്സിലാക്കുകയും അവനെ അതിനുവേണ്ടി കോച്ച് ചെയ്യാനും ലേ തീരുമാനിക്കുന്നു. അങ്ങനെ ലേ എന്ന സ്ത്രീയും അവരുടെ ഫാമിലിയും ബിഗ് മൈക്ക് എന്ന് വിളിക്കുന്ന മൈക്കിളിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് സിനിമയുടെ കഥ.
സാൻഡ്ര ബുള്ളോക്കാണ് ലേ എന്ന വളരെ തൻ്റേടിയായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫീൽ ഗുഡ് സിനിമയുടെ ലിസ്റ്റിൽ മാത്രമല്ല, മികച്ച ബയോഗ്രഫി ഡ്രാമകളുടെ ലിസ്റ്റ് എടുത്താലും ബ്ലൈൻഡ് സൈഡ് മുന്നിൽ തന്നെ ഉണ്ടാവും. വളരെ റിലാക്സ് ചെയ്തിരുന്ന് ആസ്വദിക്കാനും അതേസമയം ഒരു പവർഫുൾ സ്റ്റോറിയുടെ എല്ലാ ഫീലിംഗും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂലം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസവും പ്രചോദനവുമാവും ഈ സിനിമ എന്നുറപ്പാണ്. 5ാം സ്ഥാനത്തുള്ള സിനിമയാണ് ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി. ഒരു മാഗസിനിൽ ജോലി ചെയ്യുന്ന ആളാണ് വാൾട്ടർ മിറ്റി. ബോറിംഗ് ആയ തൻ്റെ ജീവിതത്തിൽ ആകെ ചെയ്യുന്നത് ജോലിക്ക് പോവുക, തിരിച്ച് വീട്ടിൽ വരിക എന്നത് മാത്രമാണ്. പകൽ സ്വപ്നങ്ങൾ കാണുന്നതാണ് അയാളുടെ ഏക ആശ്വാസം. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ് വാൾട്ടർ. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഡേറ്റിന് ക്ഷണിക്കാനുള്ള ധൈര്യം പോലുമില്ല. അങ്ങനെ ഇരിക്കെ മാഗസിൻ ഓൺലൈൻ ആക്കാൻ പോവുകയാണ് എന്ന വാർത്ത വരുന്നു. തൻ്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് വാൾട്ടർ തിരിച്ചറിയുന്നു. മാഗസിൻ്റെ അവസാന പബ്ലിക്കേഷന് വേണ്ട ഒരു ഫോട്ടോഗ്രാഫ് വാൾട്ടറിന് നഷ്ടമാവുന്നു. അത് വീണ്ടെടുക്കാൻ തൻ്റെ കംഫർട്ട് സോൺ വിട്ട് വാൾട്ടർ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ കഥ. അതിനുവേണ്ടി നടത്തുന്ന അഡ്വഞ്ചറാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ സ്ഥിരം റൂട്ടിൽ നിന്നും മാറി ചിന്തിക്കാൻ ഈ സിനിമ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരു അൾട്ടിമേറ്റ് കോമഡി അഡ്വഞ്ചർ സിനിമയാണിത്. അല്പം ഫാൻറ്റസി കൂടി ചേരുന്നത് സിനിമയെ വേറെ ലെവലിൽ എത്തിക്കുന്നു. ഏത് മോശം മൂഡിലാണെങ്കിലും വളരെ പെട്ടെന്ന് നമ്മെ ലൈറ്റപ്പ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ സിനിമയ്ക്കുണ്ട്. 4ാം സ്ഥാനത്തുള്ള സിനിമയാണ് ടോം ഹാങ്ക്സ് നായകനായി 2004 പുറത്തിറങ്ങിയ ദ ടെർമിനൽ. വിക്ടർ എന്നയാൾ ഒരു ഉദ്ദേശത്തോടു കൂടി ന്യൂയോർക്ക് എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. വിക്ടർ വന്നിറങ്ങിയതും അയാളുടെ രാജ്യത്ത് ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെടുന്നു. അതിനാൽ അയാളുടെ പാസ്പോർട്ട് വാലിഡ് അല്ല. അയാൾക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. തിരിച്ച് ഫ്ലൈറ്റ് ഇല്ലാത്തതിനാൽ സ്വന്തം രാജ്യത്തേക്ക് പോകാനും കഴിയില്ല. അങ്ങനെ അയാൾ ഈ എയർപോർട്ടിൽ പെടുന്നു. തുടർന്ന് അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ എയർപോർട്ടിൽ താമസം തുടങ്ങുന്നു. എയർപോർട്ടിലെ ജോലിക്കാരുമായി നല്ല ബന്ധം തുടങ്ങുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ വിക്ടറിന് ഇംഗ്ലീഷ് അറിയില്ല. എയർപോർട്ടിലുള്ള ആർക്കും അയാളുടെ ഭാഷയും അറിയില്ല. എന്തിനാണ് വിക്ടർ ന്യൂയോർക്കിൽ വന്നത്? അയാൾക്ക് വന്ന കാര്യം സാധിക്കാൻ പറ്റുമോ? എത്ര കാലം എങ്ങനെ എയർപോർട്ടിൽ ജീവിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ സിനിമയിൽ കാണുന്നത്. ടോം ഹാങ്ക്സിന്റെ അഭയം കണ്ട അദ്ദേഹത്തിന് ശരിക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന് തോന്നിപ്പോവും. സിനിമയിൽ കാണുന്ന എയർപോർട്ട് മുഴുവൻ സെറ്റിട്ടതാണ് എന്നറിയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാവും. സ്റ്റീവൻ സ്പിൽബർഗിന്റെ മികച്ച വർക്കുകളിൽ ഒന്നാണ് ഈ സിനിമ. കോമഡി മാത്രമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു റൊമാൻറ്റിക് ട്രാക്കും സിനിമയിലുണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവം സിനിമ നമുക്ക് നൽകും. ശരിക്കും ഇങ്ങനെ എയർപോർട്ടിൽ പെട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നതാണ് വേദനിപ്പിക്കുന്ന ഒരു സത്യം. 3ാമത്തെ സിനിമയാണ് ലിറ്റിൽ മിസ് സൺഷൈൻ. ഇതൊരു മുഴുനീള കോമഡി ഡ്രാമയാണ്. ഒരു ദുരന്തം കുടുംബത്തിൻ്റെ കഥയാണിത്. ഷെറിൽ, റിച്ചാർഡ് എന്നിവരുടെ കുടുംബത്തിൻ്റെ കഥ. റിച്ചാർഡ് ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. എന്നാൽ അയാളൊരു ഭൂലോക പരാജയവും. അവരുടെ മൂത്ത മകൻ മൗനവ്രതത്തിലാണ്. ഒലീവ് എന്നൊരു മകളുമുണ്ട്. അവരുടെ ഗ്രാൻഡ് പ ഒരു ഡ്രഗ് അഡിക്റ്റാണ്. ഷെറിലിൻ്റെ സഹോദരൻ ഫ്രാങ്ക് ഒരു സൂയിസൈഡ് അറ്റംപ്ഷന് ശേഷം ഇവരുടെ കൂടെ താമസിക്കാൻ വരുന്നു. ശേഷം ഒലീവിന് ഒരു ബ്യൂട്ടി പേജന്റിൽ മത്സരിക്കാൻ അവസരം കിട്ടുകയും ഇവർ ഫാമിലി മൊത്തമായി ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു പഴയ വോക്സ് വാഗൻ വാനിൽ യാത്ര പോകുന്നു. ഈ യാത്രയിൽ ഇവർ നേടുന്ന പ്രശ്നങ്ങളും ഇവർ തന്നെ ഒപ്പിക്കുന്ന മണ്ടത്തരങ്ങളുമാണ് സിനിമയിലെ തുടർന്നുള്ള കഥ. ജീവിതത്തിൽ എല്ലാ രീതിയിലും പരാജയമായ ഒരു കുടുംബം എത്തിപ്പെടുന്ന സിറ്റുവേഷൻസ് എല്ലാം വളരെ രസകരമാണ്. ഒരു കംപ്ലീറ്റ് റോഡ് മൂവി എന്നീ സിനിമയെ നിസ്സംശയം പറയാം. ഇതിലെ ഓരോ കഥാപാത്രവും അതിൻ്റെ എക്സ്ട്രീം വേർഷനാണ്. ഇവർ സിനിമയിൽ ഉടനീളം നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. കൺവെൻഷനിലെ അമേരിക്കൻ മൂല്യങ്ങളെ സിനിമ നല്ലോണം കളിയാക്കുന്നുണ്ട്. സിനിമയിലെ കോമഡികൾക്കെല്ലാം ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ മുതൽക്കൂട്ടുമുണ്ട്. കോമഡി സിനിമ ആണെങ്കിൽ കൂടിയും വളരെ നല്ല ഒരുപാട് മുഹൂർത്തങ്ങളും ഇതിലുണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ എന്നും ചേർത്ത് വെക്കാവുന്ന ഒരു കോമഡി ഫീൽ ഗുഡ് ഡ്രാമ നമുക്ക് കിട്ടുന്നു. 2ാം സ്ഥാനത്തുള്ളത് ഫെറിസ് ബ്യൂളേഴ്സ് ഡേ ഓഫ്. ഇതൊരു ടീനേജ് ഡ്രാമയാണ്. അമേരിക്കയിൽ ഈ സിനിമ വളരെ പോപ്പുലറാണ്. നമ്മളോട് ടീച്ചർമാരും പേരൻസും ഒക്കെ പറയാറില്ലേ അവൻ്റെ കൂടെ കൂടരുത് എന്ന്. അത്തരത്തിൽ എല്ലാവരും കൂട്ടുകൂടരുത് എന്ന് പറയുന്ന ഒരാളാണ് ഫെറിസ് ബ്യൂളർ. സ്കൂളിലെ ഏറ്റവും പോപ്പുലറായ പയ്യൻ. സ്കൂളിൽ നടക്കുന്ന എല്ലാത്തിൻ്റെയും പിന്നിൽ അവനുണ്ടാവും. എല്ലാവരെയും വഴിതെറ്റിക്കുന്നതും അവൻ തന്നെ. അങ്ങനെ ഒരു ദിവസം അവൻ സുഖമില്ലെന്ന് പറഞ്ഞ് ലീവ് എടുക്കാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഒരു വൻ പ്ലാനും റെഡിയാക്കുന്നു. എന്നാൽ സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഇവൻ്റെ സകല കളികളും അറിയാം. എങ്കിലും ഒരിക്കലും പിടിക്കാൻ കഴിയുന്നില്ല. ഇത്തവണ പിടിച്ചേ അടങ്ങൂ എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. അതേസമയം ഫെറിസിൻ്റെ അച്ഛനമ്മമാർക്ക് അവനെ പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ സഹോദരിയും അവനെതിരാണ്. ഫെറിസ് തൻ്റെ 2 കൂട്ടുകാരെയും പ്ലാനിൽ ചേർക്കുന്നു. അതിൽ ഒരാളുടെ അച്ഛൻ്റെ ഫെറാറി എടുത്ത് കറങ്ങാനാണ് പ്ലാൻ. തുടർന്ന് നടക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങളാണ് സിനിമയുടെ ബാക്കി കഥ. ഒരു ടീനേജ് അഡ്വഞ്ചർ ഡ്രാമയെ അതിൻ്റെ ഏറ്റവും രസകരമായ ഫോമിൽ നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാം. ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം സ്റ്റൈലിലുള്ള കഥ നമ്മെ പിടിച്ചിരുത്തുകയും ത്രില്ലടിപ്പിക്കുകയും ചെയ്യും. പലർക്കും സ്കൂൾ നൊസ്റ്റാൾജിയും ക്ലാസ് കട്ട് ചെയ്യുമ്പോഴുള്ള രസകരമായ ഓർമ്മകളും കൊണ്ടുവന്നേക്കും. 1986 ഇറങ്ങിയ സിനിമയാണെങ്കിലും ഇപ്പോഴും കാണുമ്പോൾ ആ ഫ്രഷ്നെസ് നിലനിൽക്കുന്നുണ്ട്. 1ാം സ്ഥാനത്തുള്ള സിനിമയാണ് ഗുഡ് വിൽ ഹണ്ടിങ്. എക്കാലത്തെയും മികച്ച സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ തീർച്ചയായും ഉണ്ടാകുന്ന ഒരു സിനിമ. വിൽ ഹണ്ടിങ് ഒരു അലസനായ ചേരിയിൽ വളർന്ന ചെറുപ്പക്കാരനാണ്. പകൽ ഒരു കോളേജിലെ തൂപ്പുകാരനും രാത്രി കൂട്ടുകാരോടൊത്ത് മദ്യപിച്ച് നടക്കലുമാണ് പണി. ആ കോളേജിലെ ഒരു പ്രൊഫസർ ബോർഡിൽ ഒരു കണക്ക് എഴുതിയിടും, ക്ലാസ്സിലെ കുട്ടികൾക്ക് സോൾവ് ചെയ്യാൻ. പിറ്റേന്ന് ആ ചോദ്യത്തിന് ഉത്തരം ബോർഡിലുണ്ടാവും. ആരാണ് ഉത്തരം കണ്ടെത്തിയതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ആ പ്രൊഫസർ അത് സോൾവ് ചെയ്ത് അവിടുത്തെ തൂപ്പുകാരനായ വിൽ ഹണ്ടിങ് ആണെന്ന് മനസ്സിലാക്കുന്നു. ശേഷം അവരോട് കണക്കുകൾ പഠിക്കാനും അയാളുടെ കണക്കിൽ സഹായിക്കാനും പറയുന്നു. എന്നാൽ വിൽ അത് സമ്മതിക്കുന്നില്ല. പിന്നീട് ഒരു കേസിൽ വിൽ പോലീസ് കസ്റ്റഡിയിലാവുന്നു. അങ്ങനെ ആ പ്രൊഫസർ ഒരു കണ്ടീഷനിൽ അവന് ജാമ്യം നിൽക്കുന്നു. എല്ലാ ആഴ്ചയും അവനൊരു തെറാപ്പിസ്റ്റിനെ കാണണം, കൂടെ കണക്കുകളും ചെയ്യണം. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൻ സമ്മതിക്കുന്നു.
അങ്ങനെ അവൻ ഷോൺ എന്നൊരു തെറാപ്പിസ്റ്റിനെ കാണാൻ തുടങ്ങുന്നു. ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ അയാൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. തുടർന്ന് അവർക്കിടയിൽ ഉണ്ടാവുന്ന ബന്ധവും അത് അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതുമാണ് സിനിമയുടെ കഥ. മനുഷ്യബന്ധങ്ങളുടെ കഥ പറയുന്ന സിനിമയിൽ ഒരുപാട് മനോഹരമായ നിമിഷങ്ങളുണ്ട്. ജീവിതത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചും സിനിമ ഒരുപാട് പാഠങ്ങൾ നമുക്ക് തരുന്നു. മാറ്റ് ഡേമൻ, ബെൻ അഫ്ലെക് എന്നിവർ ചേർന്നാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അതിന് അവർക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കാറും ലഭിച്ചു. കൂടെ റോബിൻ വില്യംസിന് മികച്ച സഹനടനുള്ള ഓസ്കാറും ചിത്രം നേടിക്കൊടുത്തു. ഈ സിനിമ സാധാരണ ഫീൽ ഗുഡ് സിനിമകളെ പോലെയല്ല. ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ ജീവിതത്തെ വേറൊരു ആംഗിളിൽ കാണാൻ നമ്മെ സഹായിക്കും. അപ്പോൾ മനസ്സിലാവും ഇതൊരു മാസ്റ്റർ പീസ് ആണെന്ന്.